ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളം ബിഗ് ബോസ് സീസൺ 7 ഡേ 14. ഡേ 14ൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ പറയുന്നത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ലാലേട്ടൻ്റെ എപ്പിസോഡായിരുന്നു. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്? ഗിസേൽ അനു വഴക്ക്, അതിനെപ്പറ്റി ഡിസ്കഷൻ വല്ലതും ഉണ്ടാവുമോ? വീണ്ടും നമുക്ക് പുതിയ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുമോ? ഇന്ന് ആരെങ്കിലും എവിക്ഷനിൽ പോകുമോ? പിന്നെ നമ്മുടെ പഴയ വന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ സീക്രട്ട് റൂമിലിരുന്ന ആൾക്കാർ, അവരുടെ എന്തെങ്കിലും വിശേഷങ്ങൾ അറിയോ? എന്തൊക്കെയാണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് നോക്കാം. അപ്പോൾ സമയം അധികം കളയണ്ട, നമുക്ക് നേരെ കിടക്കാം. ഡേ 14 ഫസ്റ്റ് തന്നെ ലാലേട്ടൻ വരികയാണ്. ഇൻട്രോ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഹൗസിലേക്ക്. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ പറയാം, ഈ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വളരെ മനോഹരമായിട്ട് ഉണ്ടാക്കിയ വീടാണ് എന്നൊക്കെ പറയാം. പിന്നെ കിച്ചണൊക്കെ വളരെ മനോഹരമാണ്. പക്ഷേ എല്ലാ ദിവസവും നമ്മൾ വളരെ സന്തോഷത്തോടെ എല്ലാവരും കൂടി ഇരുന്ന് ഒത്തൊരുമയോടെ ഇരുന്ന് കുക്ക് ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, അങ്ങനത്തെ ഒരു സ്ഥലമാണ് കിച്ചൺ. പക്ഷേ ഇവിടെ അങ്ങനെയാണോ? എല്ലാ ദിവസവും വഴക്കാണ്, ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളുണ്ടാകും കിച്ചൺ ടീമിൽ. എന്താണ് ഇതിങ്ങനെ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അതിൻ്റെ കിച്ചൺ ടീമിലേക്ക് ആരോ ഒരു മനുഷ്യനും വരരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അനീഷ് പറഞ്ഞു, അത് എല്ലാവരും കൂടി ഇങ്ങനെ ബഹളം വെച്ച സമയത്ത് പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞതാണെന്ന് പറയാം കേട്ടോ. എന്നിട്ട് പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ, ക്ലീനിങ് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ബിന്നി എണീറ്റിട്ട് ഉണ്ട്, കാരണം അവിടെ വാഷ്റൂമിലൊക്കെ യൂസ് ചെയ്യുന്ന ചൂലുണ്ട്, ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന ചൂലുണ്ട്, അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്യായിരുന്നു അനീഷ്. ഞാനത് രഹസ്യമായിട്ട് ചേട്ടനടുത്ത് പറഞ്ഞാണ് ഒന്നും ചെയ്യല്ലേ, അത് ബാത്റൂം യൂസ് ചെയ്യുന്നതെന്ന്. പക്ഷേ അതൊന്നും കേട്ടില്ല. അത് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് പിന്നെ അത് വലിയ ഇഷ്യൂ ആക്കി എല്ലാവരും മുമ്പിൽ വെച്ച് പറഞ്ഞ് പിന്നെ അത് വലിയ സംസാരമായി എന്നൊക്കെ പറയാം. അപ്പോൾ അനീഷ് പറയണ്ട, അത് ബാത്റൂമിൽ യൂസ് ചെയ്യണ ഈ പുൽച്ചൂലാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ബിന്നി പറഞ്ഞു, അത് ബാത്റൂമിലും നമ്മുടെ ഇവിടെയൊക്കെ ഫ്ലോർ അടിച്ച് വരുന്ന ചൂലാണ്, അത് വെച്ചിട്ടാണ് കിച്ചൺ സിങ്ക് വൃത്തിയാക്കിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ചൂല് വേണമെങ്കിൽ വേറൊന്ന് റിക്വസ്റ്റ് ചെയ്യാൻ ബിഗ് ബോസിൻ്റെ അടുത്തുനിന്ന് ലാലേട്ട പറയാം. പിന്നെ അതിനുശേഷം ഒണിയിൽ ഇവിടെ കിച്ചൺ ടീം ഈച്ചയൊക്കെ വരാൻ തുടങ്ങി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കിച്ചൺ ടീമിൻ്റെ വിചാരം അവർ മറ്റേ എന്താ പറയുക, ഈ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റൊക്കെ ഇല്ലേ, അത് ആ സിങ്കിൽ വെച്ചിട്ട് പോയാൽ മതി, മറ്റേ വാഷിംഗ് ടീമാണ് അതൊക്കെ ക്ലീൻ ചെയ്യേണ്ടതെന്ന് അവർ വിചാരം. പക്ഷേ അങ്ങനെയല്ല, അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും കൊണ്ട് ചെയ്യാതിരുന്നിട്ട് അങ്ങനെയാണ് ഈച്ചയൊക്കെ വന്നതെന്ന് പറയാം. അപ്പോൾ അക്ബർ ആകെ ഒരു ദിവസം അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പറയാം, പിന്നെ നിങ്ങൾക്ക് മാസ്ക് വേണോ കുക്ക് ചെയ്യാൻ നേരത്ത് നിൽക്കുക, അതായത് മറ്റേ തുപ്പലെടുക്കണമൊക്കെ പറഞ്ഞൊരു ഇതുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനെപ്പറ്റി ചോദിക്കുക. അപ്പം എല്ലാവരും കൂടി ചിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് പറയാം, ഷാനവാസൻ അത് ബിന്നി പറഞ്ഞിരുന്നു ഇങ്ങനെ അങ്ങനെ പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അത് ഹൈജീൻ ഇഷ്യൂ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെന്ന് അവരെ ഇൻഫോം ചെയ്താണെന്ന് പറയാം. അപ്പം നമ്മുടെ അക്ബർ പറയണേ, അങ്ങനെ ഒരു പ്രശ്നമില്ല, നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചിരിച്ച് കളിച്ച് വർത്താനം പറഞ്ഞിട്ടൊക്കെ കുക്കിയൊക്കെ ചെയ്യണം, അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല എന്നൊക്കെ പറയാം. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ, സാധാരണ നമ്മൾ ഫ്രണ്ട്സിനോട് ചിരിച്ച് കളിച്ച് വർത്താനം പറഞ്ഞ പോലെയല്ലേ, ഇവിടെ ഷൗട്ട് ചെയ്യലല്ലേ, ഭയങ്കര ആർഗ്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ശ്രദ്ധിച്ചൊക്കെ ചെയ്യണം എന്ന് പറയാൻ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആരോ ക്യാമറയുടെ മുമ്പിൽ വന്ന് ബാഡ് വേർഡ് പറയുകയൊക്കെ ചെയ്തു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ എന്ന് നിൽക്കുക. അപ്പോൾ ഓണിലൊരു ഉണ്ട്, ഈ അക്ബറാണ് എന്നെ ബാഡ് വേർഡ് പറഞ്ഞത്, 2 പ്രാവശ്യം അങ്ങനെ പറഞ്ഞു, അപ്പം ഞാൻ പോയി ക്യാമറയുടെ മുമ്പിൽ പറഞ്ഞാണ്, ഞാൻ ഷാനവാസ് കൂടെ പറഞ്ഞാണെന്നൊക്കെ പറയാം. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, ഇതൊരു ബിഗ് പ്ലാറ്റ്ഫോമാണ്, അത് എത്ര കുട്ടികൾ കാണുന്നതാണ്, പല ജനറേഷനിലുള്ള ആൾക്കാർ കാണുന്നതാണ്, അപ്പോൾ വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണം, നിങ്ങൾ കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറയാണ്. പിന്നെ ഗിസയിൽ മാത്രം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ. അത് അങ്ങനത്തെ ഇഷ്യൂ അല്ല, മറ്റേ കലാഭവൻശാരിക്ക് പറഞ്ഞത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും മധുരം ഇട്ട ഗോതമ്പ് ദോശ തന്നിട്ട് അവൾ പൊട്ടറ്റോ ഇട്ടിട്ടുള്ള ഗോതമ്പ് ദോശ കഴിക്കുകയാണ്. അപ്പം ഗിസല, എനിക്ക് മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്, പക്ഷെ ഞാനത് കഴിച്ചില്ല, ഞാൻ ഉണ്ടാക്കിയപ്പോഴേക്കും എല്ലാവരും വന്നു, പിന്നെ ഞാൻ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു, അതങ്ങനെ സോൾവ് ആക്കി എന്നൊക്കെ പറയാം. പിന്നെ ലാലേട്ടൻ നിങ്ങൾക്ക് ആവശ്യത്തിന് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കും. കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, പക്ഷേ പൊതുവെ റേഷൻ കുറച്ച് കുറവാണ്. അല്ല, ഇത് ഭക്ഷണം ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല, പല ആൾക്കാരും മറ്റേ ലിപ്സ്റ്റിക്കൊക്കെ ആയിട്ട് ബീട്രൂട്ട് എടുക്കാനും പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ടൊമാറ്റോ എടുത്തുകൊണ്ട് പോലും പൊട്ടറ്റോ എടുത്തുകൊണ്ട് പോലും അങ്ങനെ പലതും നടക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ ആവശ്യത്തിന്? പറഞ്ഞു കുറച്ച് റേഷനൊക്കെ കുറവാണ് എന്നൊക്കെ പറയാം. അല്ല, ഭക്ഷണം കളയാൻ പറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ അക്ബർ അതെന്താണെന്നറിയോ, ഇവിടെ അനീഷ് ഒരു 4 പേർക്ക് കഴിക്കാനുള്ള ചോറുണ്ടായിരുന്നു, അത് കളയാൻ പറഞ്ഞു, അപ്പോൾ അത് ഭയങ്കര പ്രശ്നമായിരുന്നത്. അനീഷ് അങ്ങനെയല്ല ഉണ്ടായത്, ഞാൻ പറയാം, ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾ പുതിയ കിച്ചൺ ടീമാണ്, ഞങ്ങൾക്ക് അറിയില്ല എത്ര ക്വാണ്ടിറ്റി അരി എടുക്കണമെന്ന് അറിയില്ല, മറ്റേ ടീമിൻ്റെ വെച്ചപ്പോൾ അവരൊരു 10 ഗ്ലാസ് അരി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഉണ്ടാക്കിയപ്പോൾ അടിയിൽ പിടിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അതിന് ഒരുമാതിരി സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി. അത്
അതിട്ട് പിറ്റേ ദിവസം ആയപ്പോൾ കുറച്ചും കൂടെ സ്മെല്ല് വന്നു. അപ്പോൾ അതുകൊണ്ട് കളയാമെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയും. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഞങ്ങളൊക്കെ കഴിക്കാൻ റെഡിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ബാക്കി എല്ലാവരും പറയാം. അപ്പം മറ്റേ ഷാനവാസ് എനിക്ക് സ്മെല്ല് വന്നിരുന്നു, ഞാൻ പറഞ്ഞിരുന്നു അനീഷിൻ്റെ അടുത്ത്. അതാണ് ഞാൻ പറഞ്ഞത്, ഷാനവാസ് പറഞ്ഞിരുന്നു എന്നൊക്കെ പറയാം. എന്നിട്ട് ഗിസൽ പറഞ്ഞു ഞാൻ പറയുന്നു കുഴപ്പമില്ല, ഞങ്ങൾ പഴയ ചോറ് കഴിച്ചോളാം, നിങ്ങൾ പുതിയത് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞതായിരുന്നു, പക്ഷേ ഇയാൾ കളയാമെന്നുള്ള ഇതിൽ തന്നെ നിൽക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. പിന്നെ അതിനിട്ട് പറയാം നിങ്ങളുടെ വെജിറ്റബിൾസ് അങ്ങനെ എന്തെങ്കിലും മിസ്സാവുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതിപ്പോൾ കുക്കിങ്ങിന് വേണ്ടി മാത്രമല്ല, പലരും ലിപ്സ്റ്റിക്കായിട്ടും പിന്നെ അല്ലാണ്ട് വേറെ കഴിക്കാൻ വേണ്ടി ടൊമാറ്റോയും പൊട്ടറ്റോയും ഒക്കെ ആയിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പം നവീം അതൊക്കെ ഇങ്ങനെ പരിഹരിക്കുന്നുണ്ട്. അപ്പം നവീം പറഞ്ഞ് നിങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ എടുക്കുന്നത്, നമ്മളിതൊക്കെ കാണുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്, പറഞ്ഞു തന്നിട്ടും ചെയ്തില്ലെങ്കിൽ ആക്ഷൻ എടുക്കേണ്ടി വരും ഞങ്ങൾക്ക്. രാത്രി പൊട്ടറ്റോ അരിഞ്ഞ് അത് ഓവനിലിട്ട് ഫ്രൈ ചെയ്തിട്ട് ചിപ്സാക്കി കഴിക്കുന്നു, പിന്നെ ടൊമാറ്റോ എടുത്ത് ജ്യൂസ് പോലെ ആക്കിയിട്ട് കുടിക്കുന്നു, അത് വേറെ ആൾക്കാർക്ക് കൊടുത്തിട്ട് നൂറ എന്ന് പറഞ്ഞ് നൂറെന്ന് വിളിക്കും. അപ്പം നൂറ പതുക്കെ ഇങ്ങനെ പൊങ്ങിയിട്ട് നൂറയ്ക്ക് ഒരു സ്പൂൺ കൊടുത്തിട്ട് നവീൻ ആരുടെ പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അത് വാങ്ങിച്ച് കഴിച്ചിട്ട് ഞാനെല്ലായിടത്തും പറയുമെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ഇനിയും നിങ്ങൾ അതിന് ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഞങ്ങൾ 7ൻ്റെ പണി തരും. പിന്നെ ഇതൊക്കെ ഒരു തമാശയാണെന്ന് നിങ്ങൾ വിചാരിക്കണം, പക്ഷേ എല്ലാം അങ്ങനെ തമാശയായിട്ടല്ല പോകുന്നത്, എല്ലാം ഒരു പരിധിയുടെ അപ്പുറത്ത് ആയിക്കഴിഞ്ഞാൽ തമാശയ്ക്ക് അപ്പുറത്തേക്ക് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് കിച്ചൺ ടീമിൻ്റെ കാര്യം അങ്ങനെ പറഞ്ഞു നിർത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ലാലേട്ടൻ പറഞ്ഞ ഈ നമ്മൾ പല കാര്യങ്ങളും പല പ്രാവശ്യമായിട്ട് വാണിങ്ങും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അനുസരിക്കുന്നില്ല. ഇപ്പം മൈക്ക് ധരിക്കണം എന്നൊക്കെ നമ്മൾ എത്രയോ പ്രാവശ്യം അനൗൺസ് ചെയ്യുന്നുണ്ട്, പക്ഷേ കേൾക്കുന്നില്ല. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പല വാണിങ്ങും തന്നിട്ട് അതൊന്നും അനുസരിക്കുന്നില്ല എന്നൊക്കെ പറയാം. അതായിട്ട് കിച്ചൺ ടീമിനെ പറ്റി നല്ല അഭിപ്രായം പറയാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ചപ്പോൾ അഭിലാഷ് ഞാൻ എൻ്റെ അടുത്ത് കൈവെക്കുക. അഭിലാഷ് ഓക്കെ എന്താ പറയാനുള്ളത്, ഇവർ 4 പേരും ആദ്യം കുക്കിംഗ് ഒന്നും അറിയാത്ത ആൾക്കാരാണ്, എന്നിട്ട് പോലും അവർ ആദ്യം ചെറിയ സ്റ്റാർട്ടിംഗ് ഡബിൾ ഉണ്ടായിരുന്നെങ്കിൽ അവർ വളരെ മനോഹരമായിട്ട് എല്ലാവരും സൂപ്പറായിട്ട് കുക്ക് ചെയ്തു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവരും ഹാപ്പി ആയിരുന്നു. ചെറിയ ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് സ്വാഭാവികമാണ്. എന്നാലും അവർക്കത് ഒരു പരിചയക്കുറവിൻ്റെ ഒരു പ്രോബ്ലം അങ്ങനെ ഉള്ള ഇതുണ്ടായിരുന്നുള്ളൂ, അത് വേറൊരു പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ ഓനിയിൽ നിന്നിട്ട് നല്ല അഭിപ്രായം, നല്ല നല്ല സൂപ്പർ ഗിസലുള്ള ടീമാണല്ലോ കിച്ചൺ ടീം. അപ്പോൾ ഓനിയിൽ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്തു, ഭയങ്കര സൂപ്പറായെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അടുത്ത സീനിൽ പിന്നെ ബ്രേക്കിന് പോയിട്ടോ, അതിൻ്റെ ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പം നമ്മുടെ ലാലേട്ടൻ പറഞ്ഞു അക്ബർ എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നല്ലോ, ഒരു ക്ഷമ ചോദിക്കാൻ വേണ്ടി എന്തായി കാര്യം എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അക്ബർ എൻ്റെ ലാലേട്ടൻ ഞാൻ കുറേ പുറകെ നടന്നു, ലാലേട്ട പാട്ട് മുഴുവൻ പാടി, മമ്മൂക്കയുടെ പാട്ട് മുഴുവൻ പാടി, എല്ലാം പാടി ഞാൻ പുറകെ നടന്നു, എന്നിട്ട് ഇതുവരെ ക്ഷമിച്ചിട്ടില്ല, ഇതുവരെ ഒന്നും തീരുമാനമായിട്ടില്ല എന്നൊക്കെ പറയാം. അപ്പം രേണു എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് പറയാം. അപ്പോൾ രേണു പറഞ്ഞു അത് ലാലേട്ട വന്ന ആ 2 ദിവസത്തിനുള്ളിൽ തന്നെ എന്നെ ഇത്രയും മോശമായിട്ടുള്ള പേര് വിളിച്ചപ്പോൾ എനിക്കത് ഭയങ്കര മാനസികമായിട്ട് വിഷമമായി. ഓൾറെഡി ഹസ്ബൻഡ് മരിച്ചിട്ട് ഞാൻ കുറേ സൈബർ ബുള്ളിങ് ഒക്കെ കൊണ്ടിട്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇവിടെ വന്നപ്പം ഇവിടെയും ഇങ്ങനത്തെ ഒരു പേര് എനിക്കത് ഭയങ്കര വിഷമമായിപ്പോയി എന്ന് പറഞ്ഞു. പറഞ്ഞു അല്ല അപ്പോൾ കുറേ ദിവസം ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് വിഷമമൊന്നും ആവില്ലായിരുന്നു. പറഞ്ഞു അല്ല കുറച്ച് ദിവസം ആയിരുന്നെങ്കിൽ ഞങ്ങൾ തമ്മിലൊരു വാഗ്വാദം എന്തെങ്കിലുമൊക്കെ വന്നൊരു ഇഷ്യൂ ഒക്കെ വന്നിട്ട് അതിൻ്റെ പുറത്താണ് എന്നെ അങ്ങനെ പറഞ്ഞെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ അതൊന്നും ഇല്ലാതെ വെറുതെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര മാനസികമായിട്ട് വിഷമമായി എന്ന് പറയാം. അപ്പോൾ അക്ബർ പറയാം അയ്യോ അത് ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല, എന്നെ നോമിനേഷനിൽ എൻ്റെ പേര് പറഞ്ഞു, അപ്പം ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ പേര് പറഞ്ഞതെന്ന് ഞാൻ ടോട്ടൽ എല്ലാവരും ഇരിക്കുമ്പോൾ ചോദിച്ചു, പേഴ്സണലായിട്ട് ചോദിച്ചു. അപ്പോൾ പ്രത്യേകമായിട്ട് ഒരു ആൻസർ ഉണ്ടായിരുന്നില്ല, റീസൺ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പേര് പറഞ്ഞു എന്ന് മാത്രമല്ല, അത് ഞാൻ വേറെ അതിൻ്റെ പുറകെ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്നിട്ട് ലാലേട്ടൻ പറഞ്ഞു രേണുവിൻ്റെ ഈ മനസ്സിലേറ്റ മുറിവ് ഇതിന് ആരെങ്കിലും കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക മസാല ഇട്ട് തരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുക. ആരുമില്ല ലാലേട്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം KB നമ്മുടെ ശാരിക അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ശാരിക നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തോ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞു കൊടുത്തില്ല. അങ്ങനെയല്ലല്ലോ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അല്ല ഞാൻ രേണുവിൻ്റെ ഹൃദയത്തിൽ എന്താണ് തോന്നുന്നത് അതുപോലെ ചെയ്യുന്ന ഞാൻ പറഞ്ഞു കൊടുത്തത്. അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്, ഞാനാണെങ്കിൽ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ പറഞ്ഞു ഞാനാണെങ്കിൽ ക്ഷമിക്കില്ല. അപ്പം അതെന്തിനാ അപ്പം അതിലേക്ക് ഒന്നും കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്ന പരിപാടിയല്ലേ ചെയ്തത് എന്നൊക്കെ ചോദിക്കാം. എന്നിട്ട് ഒരാളോട് ക്ഷമിക്കുക എന്നുള്ളത് ഒരു പുണ്യമായിട്ട് ദൈവം തന്നൊരു പുണ്യമായിട്ടുള്ളൊരു കാര്യമാണ്, അതല്ല നമ്മൾ ചെയ്യേണ്ടത്. ക്ഷമിക്കാതിരിക്കാൻ എല്ലാവർക്കും പറ്റും, ക്ഷമിക്കാൻ പക്ഷേ എല്ലാവർക്കും ഒന്നും കഴിയില്ല, അത്രയും വലിയ മനസ്സുള്ള ആൾക്കാർക്കല്ലേ പറ്റുള്ളൂ. എന്തായാലും നമ്മുടെ അക്ബർ എന്തൊക്കെയാണ് രേണുവിൻ്റെ പുറകെ നടന്ന് ഇത് കോംപ്രമൈസ് ആക്കാൻ വേണ്ടി ട്രൈ ചെയ്തതെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് പോയിട്ടോ. വീഡിയോയിൽ മറ്റേ ദേവി എന്നുള്ള പാട്ടില്ലേ, അതിനകത്ത് രേണു എന്ന് പറഞ്ഞ് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഞാൻ ഗന്ധർവ്വൻ്റെ പാട്ട്, അതൊക്കെ പാടി പുറകെ നടക്കണം.
ഉണ്ടാക്കണം, പിന്നെ ഹാർട്ടിൻ്റെ ചപ്പാത്തി ഉണ്ടാക്കണം, അങ്ങനെ ആ സീനൊക്കെ കാണിച്ചു. എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് രേണു പറഞ്ഞു ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവർ താങ്ക് യു ചേച്ചി, താങ്ക് യു എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് KB എന്താ പറയാനുള്ളതെന്ന് ചോദിക്കട്ടെ. അപ്പം ശാരിക പറഞ്ഞു ഇല്ല ലാലേട്ട, ഇനി ഞാൻ മുളക് തേക്കില്ല, ഞാനും ഇനി ക്ഷമിക്കുക എന്നുള്ള ആ ഒരു ക്വാളിറ്റി ഞാനും വളർത്തിയെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ സീൻ അവിടെ അങ്ങനെ കഴിഞ്ഞേ. പിന്നെ നോമിനേഷനിൽ വന്ന ആൾക്കാരുടെ അടുത്ത് എണീറ്റ് വെക്കാൻ പറഞ്ഞു. അതിൽ രണ്ടുപേരെ ആദ്യം സേവ് ചെയ്തത് നമ്മുടെ ഷാനവാസിനെയും ആര്യനെയാണ് കേട്ടോ സേവ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ പറഞ്ഞു എല്ലാവരും ലൈഫ് സ്റ്റോറിയൊക്കെ കേട്ടു, വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സ്റ്റോറീസൊക്കെ ആയിരുന്നു എല്ലാവരുടെയും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക മനസ്സിൽ തട്ടി ആരുടെ സ്റ്റോറി ആയിരുന്നു വെച്ചപ്പോൾ എല്ലാവരുടെയും എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് അനീഷിനോട് ചോദിച്ചാൽ അനീഷിന് ആരുടെ സ്റ്റോറിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. പിന്നെ ശാരികയുടെ സ്റ്റോറിയാണ് ഇഷ്ടമായത്. അത് ഞാനത് പേഴ്സണലി എടുത്ത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇത് ആണുങ്ങൾക്കും ഇതുപോലത്തെ പല പ്രോബ്ലംസൊക്കെ ഉണ്ട് എന്നൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് പറഞ്ഞിരുന്നു എന്നറിയാം. അപ്പം ലാലേട്ടൻ പറഞ്ഞു നിങ്ങളൊരു സ്ത്രീ വിരുദ്ധൻ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ലേ എന്ന് ചോദിച്ചാൽ അതേന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ആ ചിന്തയൊക്കെ മാറ്റേ, സ്ത്രീയും പുരുഷനും ഒരേപോലെ തുല്യരാണെന്നുള്ളത് മനസ്സിലേക്കൊന്ന് വരട്ടെ, നിങ്ങളുടെ ആ സ്ത്രീ വിരുദ്ധത എന്നുള്ള സംഭവം മാറിയിട്ട് എല്ലാവരും ഈക്വലായിട്ട് കാണാനുള്ളൊരു മനസ്സ് വരും, നിങ്ങൾ മാറും എന്ന് വിശ്വസിക്കുന്നു എന്നൊക്കെ പറയാം. അത് കഴിഞ്ഞിട്ട് മറ്റേ ശാരിക എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് ആരുടെ കഥയാണ് ഏറ്റവും ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയെന്ന് വെച്ചപ്പോൾ അഭിലാഷിൻ്റെ കഥ എന്ന് പറഞ്ഞു. അഭിലാഷിൻ്റെ എന്തായാലും അവരുടെ ബന്ധുക്കളും കാണുന്ന മറ്റുള്ളവർക്കൊക്കെ ചെയ്ത തെറ്റായിപ്പോയി എന്നുള്ളൊരു തോന്നൽ അതുണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കിയുള്ള ആളുകളുടെയും സ്റ്റോറീസ് കേൾക്കാൻ വേണ്ടി നമ്മൾ പ്രേക്ഷകരെല്ലാവരും വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അടുത്ത ബ്രേക്കിലേക്ക് കിടക്കാം. നമ്മൾ ലാലേട്ടൻ അടുത്ത ബ്രേക്കിലേക്ക് പോയിട്ടാണ്. പിന്നെ ലാലേട്ടൻ ചോദിക്കുക കഴിഞ്ഞ ആഴ്ചയിലെ ക്യാപ്റ്റന്മാർ ആരൊക്കെയായിരുന്നു. അപ്പോൾ 2-3 പേര് എണീറ്റ് നിന്നു. കാരണം ബാത്റൂം ക്യാപ്റ്റൻ, കിച്ചൺ ക്യാപ്റ്റൻ, അങ്ങനെ 2-3 പേര് ഉണ്ടല്ലോ. അപ്പോൾ എണീറ്റ് നിന്നു. പറഞ്ഞു ക്യാപ്റ്റന്മാർന്ന് പറഞ്ഞപ്പോൾ എന്താണ് അനീഷ് എണീറ്റ് ചോദിക്കുക. അപ്പോൾ അനീഷ് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ കുഴപ്പമില്ല അനീഷ് അവിടെ നിന്നോന്ന് പറഞ്ഞു. അങ്ങനെ ഷാനവാസും അനീഷും നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഇവിടെ ക്യാപ്റ്റന്മാർ ആയിരുന്നു ഉണ്ടായിരുന്നതെന്ന് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഷാനവാസ് പറയാം ഈ അനീഷിൻ്റെ അടുത്ത ആഴ്ചയിലെ പുതിയ ക്യാപ്റ്റൻ വന്നാലും ഞാൻ വിട്ടു തരൂല എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്നറിയാം. അപ്പോൾ ലാലേട്ടൻ അതെങ്ങനെയെന്ന് ചോദിക്കുക. അപ്പോൾ ഷാനവാസ് പറയാം എനിക്കറിയില്ല, 2 വീക്സ് ഞാൻ തന്നെയാണ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. കഴിഞ്ഞ ആഴ്ച ക്യാപ്റ്റൻസി ടാസ്കിൽ വിന്ന് ചെയ്തതിന് ശേഷം, കഴിഞ്ഞ വ്യാഴാഴ്ച വിൻ ചെയ്തതിന് ശേഷവും ഞാൻ തന്നെ ക്യാപ്റ്റൻ, ഈ ക്യാപ്റ്റൻസി ഞാൻ വിട്ടു തരില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ നടക്കുമായിരുന്നു. പിന്നെ ഏറ്റെടുത്തതിന് ശേഷവും എന്ത് പറഞ്ഞാലും നീയല്ല ഞാനാണ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലാലേട്ടൻ എന്താ അനീഷ അങ്ങനെയെന്ന് ചോദിക്കുക. എന്ത് പറ്റി അനീഷിന് എന്തോ ക്യാപ്റ്റൻ്റെ ഒരു പ്രേതം ദേഹത്ത് കയറിയിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, ഓരോ ആഴ്ച പുതിയ ക്യാപ്റ്റൻ വരും, അങ്ങനെയല്ലേ ഇവിടുത്തെ റൂള്, ഇതെന്താണ് അല്ലാണ്ട് ക്യാപ്റ്റന്മാരല്ലല്ലോ എന്ന് പറയും. അനീഷ് അതെന്താണെന്ന് വെച്ചാൽ അപ്പോൾ ലാലേട്ടൻ പറയും അതിപ്പോൾ അനീഷിനടുത്ത് എന്ത് ചോദിച്ചാലും ഒരു ആൻസർ ഉണ്ടാവില്ല, അതെന്താണെന്ന് വെച്ചാൽ എന്ന് പറയാം. അപ്പോൾ അനീഷ് അല്ല അതെന്താണെന്ന് വെച്ചാൽ എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും പിന്നെയും ചിരിക്കും കേട്ടോ. സെയിം ലാലേട്ടൻ പറഞ്ഞ സെയിം സെൻറ്റൻസിൻ്റെ വീട്ടാളും തിരിച്ചു പറയാം. ചില അവസരങ്ങളിൽ ഈ ഷാനവാസ് ഇടപെടേണ്ട പല കാര്യങ്ങളിലും ഇടപെടുന്നില്ല, അങ്ങനെയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെന്നല്ലോ. അപ്പോൾ ലാലേട്ടൻ അപ്പോൾ നിങ്ങളെന്തിനാണ് ഇടപെടുന്നത്, ഇവിടെ എത്രയോ ആളുകളുണ്ട് അവരൊക്കെ ഇടപെടില്ലേ എന്ന് ചോദിക്കാം. അപ്പം ഷാനവാസ് അല്ല ലാലേട്ട അനീഷ് ഇടപെടുന്ന പോലെ ഞാൻ ഇടപെടുന്നില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. അനീഷ് അവസരങ്ങളിലും അനവസരങ്ങളിലും എല്ലാം കയറി അഭിപ്രായം പറയും, പിന്നെ എന്ത് പ്രശ്നം വന്നാലും ഒന്നും കേൾക്കാതെ നടന്നു കാണിക്കണം കേട്ടോ ഷാനവാസ്, നടത്താണ്. ലാലേട്ടൻ അനീഷിനെ ആരും ഉപഗ്രഹം എന്നൊക്കെ വിളിച്ച് കേട്ടല്ലോ എന്ന് പറയാം. അപ്പം എന്നിട്ട് ചോദിക്കുക അനീഷ് ദിവസം രാവിലെ നടക്കാൻ പോകാറുണ്ട്. അനീഷ് ഞാൻ നടക്കാൻ പോകാറുണ്ട് എന്ന് പറയട്ടെ. ലാലേട്ടൻ എന്തായാലും അതൊരു ഭയങ്കര ടെക്നിക്കാന്ന് തോന്നുന്നു. ഒന്നാമത് ബാക്കിയുള്ളവരെ ഒന്ന് അവോയ്ഡ് ചെയ്യാം, പിന്നെ ഇവരൊക്കെ എന്താ സംസാരിക്കണമെന്ന് കേൾക്കാനുള്ളൊരു ട്രിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. അപ്പം അനീഷ് പറയാം ഞാനിവിടെ നടക്കുന്നത് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയട്ടെ. ലാലേട്ടൻ നവീൻ്റെ അടുത്ത് ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ക്യാപ്റ്റൻസി. അപ്പോൾ നല്ല ക്യാപ്റ്റനായിരുന്നു. ലാലേട്ടൻ നവീൻ ഇവിടെ പറഞ്ഞൊക്കെ കേൾക്കണ്ട, ഞാനിവിടെ കേൾക്കുന്നുണ്ട് ലാലേട്ട, അല്ല ഇവിടെ ഇങ്ങനെ എന്തോ ഇങ്ങനെ ആക്ഷനൊക്കെ കാണിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ എന്ന് പറയും. അത് എനിക്ക് സ്വയം സംസാരിക്കണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയാം. അതൊരു എന്താ പറയുക എല്ലാവരും കോമഡി ആയിട്ട് എടുക്കുന്ന ഒരു ടൈപ്പ് ആളാണ് ഈ നവീൻ. അതുകൊണ്ട് ലാലേട്ടൻ പറഞ്ഞു ഈ വെസൽ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നോ നവീനേക്ക്. അപ്പോൾ അതെ, എന്നിട്ട് അവിടെ ഒന്നും ചെയ്തിട്ടില്ലെന്നാണല്ലോ കേട്ടത് എന്നറിയാം. അപ്പോൾ ഇല്ല ഞാൻ ചെയ്തല്ലോ, ഞാൻ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുകയൊക്കെ ചെയ്തല്ലോ എന്നറിയാം. എന്നിട്ട് നവീൻ ഞാൻ ആദ്യമായിട്ടൊരു വെസൽ ടീമിൻ്റെ ക്യാപ്റ്റനാണ്. ലാലേട്ടൻ പിന്നെ ബാക്കി എല്ലാവരും എങ്ങനെയാണ്, എല്ലാവരും അങ്ങനെ തന്നെയല്ലേ, എല്ലാവരെയും ഫസ്റ്റ് ടൈം തന്നെയല്ലേ എന്ന് ചോദിക്കാനായിട്ട്. അപ്പം അല്ല എന്നെ ഇവിടെ എല്ലാവരും ഒരു അമ്മക്കിളിയായിട്ടാണ് കാണണം, പാത്രം എടുത്ത് വെക്കണം കഴുകണം അങ്ങനെയൊക്കെ ആയിട്ടാണ് കാണണേ എന്നൊക്കെ പറയാണ്.
അപ്പോൾ ലാലേട്ടൻ പറയാം കൂടെ ഉള്ളവർ പറയണത് ഇയാൾ മോഷ്ടിക്കാൻ മാത്രമാണ് അടുക്കളയിൽ കയറണമെന്നാണല്ലോ. നവീൻ പറയാം അത് അക്ബറൊക്കെയാണ് അങ്ങനെ പറയണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നവീൻ പറയാം ക്യാപ്റ്റൻസി ടാസ്ക് നല്ലതായിരുന്നു, പക്ഷേ ഈ ഷാനവാസിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവിടെ ആക്ഷൻ, എന്നിട്ട് അനീഷിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവിടെ ഡബ്ബിങ് അങ്ങനെയായിരുന്നു എന്ന് പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ചിരിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ മറ്റേ ശരത്തിൻ്റെ അടുത്ത് ചോദിച്ചു, ശരത്ത് എങ്ങനെ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻസി? നല്ല ക്യാപ്റ്റനായിരുന്നു. അപ്പോൾ മറ്റേ ക്യാപ്റ്റനെ പറ്റി അതിന് മുന്നിലത്തെ അനീഷിനെ പറ്റി അയ്യോ അത് വളരെ മോശമായിരുന്നു. ഇത് ഷാനവാസ് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ നടത്തും, പക്ഷേ സംസാരം മുഴുവൻ അനീഷിൻ്റെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ റെന ഫാത്തിമ എടുത്ത് ചോദിച്ചാൽ ക്യാപ്റ്റൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതെന്താ കുഴപ്പമില്ല എന്ന് പറയണത്? എന്തായിരുന്നു പ്രശ്നം? അല്ല കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, സംസാരിക്കുകയൊക്കെ ചെയ്യണ്ടായിരുന്നു, എന്നാലും ഒരു എന്താ പറയുക ഈ കോർഡിനേഷനൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായിരുന്നില്ല. അപ്പോൾ റെന ആയിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു? ഞാൻ 100% ഓക്കെ ആയിരുന്നു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു 100% ഒരാൾക്ക് ആവാൻ പറ്റും, അത്രയും പെർഫെക്റ്റൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ആൾക്ക് സാധിക്കുമോ? അങ്ങനെയല്ല, എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ 100% എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ കഴിവിൻ്റെ നമ്മളങ്ങനെ 100% എന്ന് വിചാരിച്ചാൽ ഒരു 10% ആവാൻ പറ്റിയ ഭാഗ്യം എന്ന് പറയും. അപ്പം അതെ അതെ എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം അതിട്ട് പിന്നെ ക്യാപ്റ്റൻസി ടാസ്കിൽ ആരൊക്കെയാണ് ഉള്ളത്? അപ്പോൾ ഗസ്സിൽ ആര്യൻ പിന്നെ അഭിലാഷ്, ഇവർ 3 പേരെ എണീറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള ക്യാപ്റ്റൻസിക്ക് വേണ്ടിയിട്ടുള്ള ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിഗ് ബോസ് തരും കേട്ടോ എന്നറിയണേ. പിന്നെ സരിക എടുത്ത് വയ്ക്കുകയാണ്, ഈ 3 പേരിൽ നിങ്ങൾക്ക് ആരാണ് ക്യാപ്റ്റൻ ആവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾ? ഗിസേലുണ്ട്, ആര്യനുണ്ട്, അഭിലാഷുണ്ട്. അപ്പോൾ ഗിസേലിനെയാണ് ജയിക്കുമെന്ന് തോന്നണേന്നറിയാം. അപ്പോൾ എന്താ കാര്യം? അല്ല ഗിസേലാണെങ്കിൽ ഇവരെക്കാൾ നന്നായിട്ട് ടാസ്ക്കൊക്കെ ചെയ്യും, പിന്നെ ഗിസേൽ ജയിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ടാസ്ക് ചെയ്യാനൊക്കെ നല്ലതാണ്. പിള്ളേരുടെ പറഞ്ഞു ഗിസേൽ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ടാസ്ക് ചെയ്യാൻ നല്ലത്? അല്ല നമുക്ക് ഇവരുടെ കൂടെയൊക്കെ ടാസ്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഗിസേലിൻ്റെ കൂടെയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലല്ലോ. പിള്ളേരുടെ പറഞ്ഞു ടാസ്കും ഇതുമായിട്ട് എന്ത് ബന്ധം? ടാസ്ക് ഇപ്പം ആണെന്നോ പെട്ടെന്നോ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും ചെയ്യണം ഒരേപോലെ തന്നെ, അല്ലാണ്ട് ഇന്ന ആൾ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഒരു ടാസ്കിന് മാറ്റമൊന്നും സംഭവിക്കില്ല. എന്നാലും ഗിസേൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നിട്ട് ശൈത്യടുത്ത് ചോദിച്ചു ആര് ക്യാപ്റ്റൻ ആവണം എന്നാണ് ആഗ്രഹം എന്ന് ചോദിച്ചു. അപ്പോൾ അഭിലാഷ് എന്താ കാര്യം എന്ന് ചോദിക്കുക, ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്യും, ഞാൻ കുറെ കൂടെ സ്ട്രോങ് ആവും, എനിക്ക് കുറേ പ്ലാൻസ് ഉണ്ടെന്നൊക്കെ അഭിയേട്ടൻ പറയണേ കേട്ടു, അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോണതെന്ന് എനിക്ക് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് പറയും. പിന്നെ എന്നിട്ട് നൂറടുത്ത് ചോദിച്ചാൽ പറഞ്ഞു ഗിസേൽ ജയിക്കും എന്നാണ് വിശ്വാസം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്നിട്ട് ഗിസേലടുത്ത് ചോദിച്ചു, അവർ 3 പേരെ എണീപ്പിച്ചെടുത്തു, ഗിസേലിനെയും നമ്മുടെ ആര്യനെയും പിന്നെ അഭിലാഷിനെ എണീപ്പിച്ചെടുത്തു. ഗിസേലിനടുത്ത് ക്യാപ്റ്റൻ ആവാൻ ഇഷ്ടമാണോ എന്ന് വെച്ചപ്പോൾ എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പം ലാലേട്ടൻ പറഞ്ഞു ഇത് ക്യാപ്റ്റൻസി ടാസ്കിലുണ്ടെങ്കിലും നോമിനേഷൻ ലിസ്റ്റിലും കൂടെ ഉണ്ട് കേട്ടോ ഗിസയിൽ, എന്തായാലും നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ആവാൻ പറ്റട്ടെ എന്ന് പറയും. പിന്നെ അതിനുശേഷം നമ്മുടെ ബിഗ് ബോസിൻ്റെ ടാസ്ക് ലെറ്റർ വന്നു. ടാസ്ക് ലെറ്റർ ഇതാണ്, സൈക്കിൾ യജ്ഞം എന്നാണ് ആ ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ പേര്. അതായത് ഒരു കുഞ്ഞു വട്ടമുണ്ട്, അതിൻ്റെ മുകളിലൊരു വലിയ വട്ടമുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിന് നടുക്കൊരു സൈക്ലിംഗ് ട്രാക്ക് പോലെ കുട്ടി സൈക്കിളാണ് കേട്ടോ, ഒരു കുഞ്ഞു കുട്ടികളുടെ സൈക്കിൾ. അത് 3 പേര് ഇരിക്കുക, എന്നിട്ട് ഈ ട്രാക്കിൻ്റെ അകത്തുകൂടെ ഈ 2 ലൈനുകളുടെ നടുക്കൂടെ ഒരു ട്രാക്ക് പോലെ ഉണ്ട്, അതിൽ കൂടെ സൈക്കിൾ ഓടിച്ചിട്ട് മാക്സിമം കൂടെയുള്ള ആളെ എങ്ങനെയെങ്കിലും ലൈനിൻ്റെ അപ്പുറത്തേക്ക് എത്തിക്കുക, ഇവർ ലൈനിൻ്റെ പുറത്താവാതെ ജയിക്കുക. അങ്ങനെ ടാസ്ക് നടത്തി അവസാനം ആര്യനാണ് കേട്ടോ ജയിച്ചത്. അങ്ങനെ ഈ ആഴ്ചയിലെ ക്യാപ്റ്റൻ ആര്യനാണേ. പിന്നെ അപ്പോൾ ക്യാപ്റ്റൻസി ടാസ്കിൽ ആര്യൻ വിജയിച്ചിരിക്കുന്നു. ആര്യൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾ ക്യാപ്റ്റൻ ആവുകയാണെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കും, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു മാക്സിമം മറ്റുള്ളവരുടെ ഒപ്പീനിയൻ എടുക്കും, എല്ലാ ടീമിലും ഈക്വലായിട്ട് പോകും, എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്, അപ്പോൾ എല്ലാവരുടെ അടുത്തും ഉള്ള സപ്പോർട്ട് വേണം എന്നൊക്കെ പറയാം. പിന്നെ അതിട്ട് എല്ലാ ക്യാപ്റ്റന്മാരെ 2 ക്യാപ്റ്റൻ ഉണ്ടല്ലോ, എല്ലാ ക്യാപ്റ്റന്മാരെ അഡ്വൈസൊക്കെ എടുക്കും, മുൻ ക്യാപ്റ്റന്മാരെ അഡ്വൈസ് എടുക്കും എന്നൊക്കെ പറയാം. പിന്നെ എന്നിട്ട് എവിക്ഷനിൽ ഫസ്റ്റ് തന്നെ സേവ് ആവണത് അനു, അപ്പാനി, ആദില, നൂറ, അക്ബർ, നവീൻ, ബിന്നി, ഇത്ര പേര് സേവ് ആവും. പിന്നെ എണീറ്റ് നിൽക്കുന്നത് ശൈത്യയും ഗിസേലും ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ലാലേട്ടനായിട്ടുള്ള കാർഡ് ഇരിക്കുന്നുണ്ട്, അപ്പോൾ ഇതിൻ്റെ അകത്ത് പേരുണ്ട്. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകണമെന്നൊക്കെ പറയാം. അപ്പം എല്ലാവരും മറ്റേ അനുവൊക്കെ കരച്ചിലൊക്കെ തുടങ്ങി, ശൈത്യം പോകുമെന്ന് വെച്ചിട്ട് ഗിസേൽ ഓൾമോസ്റ്റ് സേവ്ഡ് ആവും എന്നൊക്കെ അവർക്കൊരു വിശ്വാസമുണ്ട്. അങ്ങനെ ലാസ്റ്റ് ലാലേട്ടൻ കാർഡ് ഓപ്പൺ ചെയ്തു. അപ്പോൾ അതിൽ എഴുതി വെച്ചേക്കുന്നത് നോ എവിക്ഷൻ. അങ്ങനെ എവിക്ഷൻ ഇല്ല, ഭയങ്കര സന്തോഷം. എല്ലാവരും പിന്നെ ഭയങ്കര കെട്ടിപ്പിടിക്കലും അതിൻ്റെ ഗിസേലടുത്ത് ഇരിക്കാൻ പറഞ്ഞിട്ടോ. അപ്പോൾ ലാസ്റ്റ് ശൈത്യം മാത്രമേ എണീറ്റുള്ളൂ, ശൈത്യം പോകുമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ശൈത്യ ഭയങ്കര പൊട്ടിക്കരച്ചിൽ, എല്ലാവരും കൂടെ നടന്ന് കൺഗ്രാജുലേറ്റ് ചെയ്ത്. എനിക്ക് പിന്നെ ശൈത്യക്ക് അപ്പോഴേക്കും കുറച്ച് കത്തി, എൻ്റെ ആ ഒരു എന്താ പറയുക
ഒരു പ്ലേ മാറ്റേണ്ട സമയം. ഇനി അനുവിനെ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അനുവിന് കുറച്ച് നെഗറ്റീവാണ് പുറത്തുള്ളത്. അപ്പോൾ അനുവിനെ കെട്ടിപ്പിടിച്ചിരുന്നാൽ നമ്മുടെ പണി മാളുമെന്ന് ഏകദേശം ശൈത്യയ്ക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ശൈത്യ പതുക്കെ അന്ന് കളം മാറ്റി ചവിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാണിക്കുന്നത് നവീനെ കേട്ടോ. നവീൻ ക്യാമറയിൽ പോയിട്ട് ടാങ്കിയൊക്കെ പറയുന്നുണ്ട്. പിന്നെ അനു ശൈത്യം കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ ശൈത്യ ഇനി എൻ്റെ കൂടെ നടക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശിക്കുമോ എന്നൊക്കെ നമ്മുടെ അനു ശൈത്യത്തെയൊക്കെ ഉണ്ട്. അപ്പോൾ പോടി അവിടെ നിന്ന് അതൊക്കെ പറഞ്ഞാൽ ഞാൻ കേൾക്കുമോ, ഞാൻ എനിക്കിഷ്ടമുള്ള പോലെയല്ലേ ചെയ്യുള്ളൂ എന്നൊക്കെ ശൈത്യം വലിയ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അനു പറഞ്ഞു, ആരൊക്കെ പറഞ്ഞു കേട്ടാലും ശരി, നീ ആരോടും മിണ്ടാനൊന്നും എൻ്റെ അടുത്ത് പറയരുത്, മറ്റേ അപ്പാനെ ശരത്തിൻ്റെ അടുത്തോ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഇല്ല ഞാനങ്ങനെ പറയില്ല, ഞാനങ്ങനെ പറയുമോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അതിനിട്ട് പിന്നെ അടുത്തതിൽ നൂറ പറയണ്ടേ, ഈ ശാരിക എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, അനു ഇപ്പോൾ ആരുടെ അടുത്ത് മിണ്ടാറില്ലേ, നിങ്ങൾ എന്താ ഗ്രൂപ്പാണോ? കാരണം അവരെ മറ്റേ ഡാർക്ക് ഇതിൽ സോണിലേക്ക് പോയല്ലോ. അപ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ ആരൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അറിഞ്ഞാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് ശാരിക ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പം അനു പറഞ്ഞു, ഇനിയിപ്പോൾ അങ്ങനെ ശാരി ചേച്ചി വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിനെപ്പറ്റിയൊന്നും അറിയില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് അനുവിൻ്റെ അടുത്ത് തന്നെ ചോദിക്കുക, എൻ്റെ അടുത്തൊന്നും പറയണ്ട, ഞാനിവിടെ ഗെയിം കളിക്കാൻ വേണ്ടി വന്നല്ലേ, അല്ലാണ്ട് ഈ കാര്യം അന്വേഷിക്കാൻ വേണ്ടി വന്നല്ലോ നീ പറഞ്ഞു എന്ന് പറയണം കേട്ടോ നമ്മുടെ അനു. പിന്നെ അടുത്ത സീനിലാണ് നമ്മുടെ ശൈത്യയും സരികയും കൂടി ഇരുന്നിട്ട് അവിടെ ബാത്റൂമിൻ്റെ സൈഡിൽ നിന്ന് സംസാരിക്കാം. ഇത് ശൈത്യ പറയണേ, പ്രശ്നങ്ങൾ തീർക്കാൻ ഞാൻ കുറേ പറഞ്ഞതാണ്, എനിക്ക് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല, എല്ലാവരോടും മിണ്ടണം, അഭിചേട്ടൻ മുൻകൈ എടുത്ത് മിണ്ടിക്കാനൊക്കെ നോക്കിയതാണ്, പക്ഷെ അവൾ വേണ്ടാന്ന് പറഞ്ഞു. അന്ന് ഞാൻ അവളെ കുറേ ചീത്തയൊക്കെ പറഞ്ഞതാണ്. പിന്നെ അവർ തമ്മിൽ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്നൊക്കെ പറയാം. അപ്പോൾ സരിക പറഞ്ഞ്, കുറച്ച് നേരം നീ മാറി മറ്റേ വേറെ ആളുകളുടെയൊക്കെ കൂടെ ഇരിക്കേ എന്നൊക്കെ പറയണേ സരിക. ശൈത്യ പറയണേ, ഗിസേലിൻ്റെ ഫൗണ്ടേഷൻ്റെ കാര്യം അവൾ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത്. കണ്ടില്ലേ ആ വീഡിയോയിൽ കണ്ടില്ലേ, അതിൽ നൂറയൊക്കെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ ആ കബോർഡ് നോക്കാൻ നേരത്തെ ഞാൻ ആ സീനിലേ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയാനുണ്ട്. പിന്നെ ഞാനാണ് തള്ളി വിട്ടതെന്നൊക്കെ കേട്ടപ്പോൾ എനിക്കാകെ ഷോക്കായി, എനിക്ക് എന്തോ ഭയങ്കര വിഷമമായി, ഇപ്പോൾ എൻ്റെ ഇതൊക്കെ ആകെ മാറി എന്നൊക്കെ പറയാം. അതുകൊണ്ട് എനിക്ക് മറ്റേ ഇവരൊക്കെ കൂടെ അപ്പാനിയുടെയൊക്കെ കൂടെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫസ്റ്റ് വീക്ക് അവരോടെ തന്നെയായിരുന്നു ഇരുന്നത്, ഭയങ്കര തമാശയൊക്കെയാണ്. അപ്പോൾ ശാരിക പറയാം, അവരങ്ങനെ നെഗറ്റീവ് ഒന്നും ആരെപ്പറ്റി പറയണത് ഞാൻ കേട്ടിട്ടില്ല, എനിക്ക് അങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കാനാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാനെപ്പോഴും അവരോട് ഇരിക്കണേന്നൊക്കെ പറയണം. ശൈത്യ പതുക്കെ കാൽ മാറി വരെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും കേട്ടോ. പിന്നെ എന്നിട്ട് അടുത്ത സീനിൽ അക്ബറും അപ്പാനും കൂടി ഇരുന്ന് സംസാരിക്കണം. ഈ അനു ഉണ്ടല്ലോ ഭയങ്കര ഗെയിമറാണ് കേട്ടോ, ഫേക്ക് ഗെയിമാണ് ഗെയിമെങ്കിൽ അവൾ ഭയങ്കര ഗെയിമർ തന്നെയാണ്. എന്തായാലും അവൾക്ക് മനസ്സിലായി അനീഷിന് കുറച്ച് ഇതുണ്ട്, സപ്പോർട്ട് ഉണ്ടെന്നൊക്കെ അവൾക്ക് മനസ്സിലായി. അപ്പോൾ അവൾ വേഗം തന്നെ അങ്ങോട്ട് മാറി. എന്നാലും എന്തൊരു ഫേക്കാണല്ലേ അവൾ വിശ്വസിക്കാനേ വയ്യ എന്നൊക്കെ നമ്മുടെ ശരത്ത് പറയണേ. അപ്പം ഇത് പിന്നെ ഷാനവാസിന് വിചാരം അവനെന്തോ ഭയങ്കര മാസമാണെന്നാണ് വിചാരം. എന്തായാലും നമ്മുടെ ഗിസേലാണ് ബെസ്റ്റ് കളിക്കാരി എന്നൊക്കെ പറയട്ടെ. ഇങ്ങനെ വന്നു ഇവർ തന്നെ ഗിസേലിനെ ബിഗ് ബോസിൽ വിന്നറാക്കുമെന്നാണ് തോന്നുന്നത് കേട്ടോ. പിന്നെ ഷാനവാസും സരികയൊക്കെ കൂടെ ഇരുന്ന് സംസാരിക്കും, നിങ്ങൾ പെരുമാറുന്ന അനുസരിച്ചാണ് ഞാൻ നിങ്ങളടുത്ത് പെരുമാറുന്നത്, നിങ്ങളെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ കുറച്ചിങ്ങനെ സംസാരം. അപ്പുറത്ത് രേണുവും ശാരികയും കൂടെ സംസാരിക്കാം കേട്ടോ. അപ്പോൾ പറയും, ഈ ബിൻസിയും ശരത്തും കൂടെ ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ, അത് ആദ്യം നമുക്ക് മനസ്സിലായില്ല, പിന്നീട് അവർ പോകാൻ നേരത്തൊക്കെയാണ് മനസ്സിലായത് എന്നൊക്കെ രേണു ശാരികയ്ക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ എന്നിട്ട് അടുത്ത സീനിൽ ടീമാണ്, നമ്മൾ ആര്യൻ ഓരോ ടീമായിട്ട് തിരിക്കുക. ആദ്യം കിച്ചൺ ടീമിൽ അപ്പാനി, അനു, ആദില, നൂറ, നവീൻ, ശാരിക. അതിൽ അപ്പാനിയാണ് ക്യാപ്റ്റൻ. പിന്നെ ബാത്റൂം ടീമിൽ രേണു, ഷാനവാസ്, അനി, സരിക. അതിൽ ഷാനവാസാണ് ക്യാപ്റ്റൻ. പിന്നെ വെസൽ ടീമിൽ ബിന്നി, അക്ബർ, ഒണീൽ, ശൈത്യ. അതിൽ ശൈത്യയാണ് ക്യാപ്റ്റൻ. പിന്നെ ഫ്ലോർ ടീമിൽ ആര്യ, ഗിസേൽ, റെന ഫാത്തിമ, അബി. അതിൽ റെന ഫാത്തിമ ഒന്ന് ക്യാപ്റ്റനാക്കി നോക്കട്ടെ, എങ്ങനെയുണ്ട് പെർഫോമൻസ് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആര്യൻ ക്യാപ്റ്റനാക്കി. പിന്നെ അതിനിട്ട് കിച്ചൺ ടീം എല്ലാവരും കൂടെ ഒരു കുഞ്ഞ് മീറ്റിംഗ് പോലെ വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയാം, നമ്മളൊരു ടീമായിട്ട് നിൽക്കണം, വ്യക്തി വൈരാഗ്യം എന്നൊക്കെ കാണിക്കാതെ അപ്പാനും പറയാം. അപ്പോൾ അനു പറഞ്ഞു, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എന്നിട്ട് പറയാം, ആര് വിശന്ന് വന്നാലും നമ്മൾ ഭക്ഷണം ഇല്ലയെന്ന് പറയാതെ ഏത് പാതിരാത്രിയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും അവർക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ വേറൊരു കാര്യം, ആരെയും കൊണ്ട് ഗ്യാസ് ഒടിക്കരുത്, പഞ്ചസാര അങ്ങനത്തെ സാധനം ഒന്നും തൊടിക്കരുത്, എല്ലാം നമ്മളുടെ കൺട്രോളിലായിരിക്കണം എന്നൊക്കെ പറയാം. പിന്നെ എന്നിട്ട് ശൈത്യ അപ്പുറത്തിരുന്ന് വേറെ ഇങ്ങനെ സംസാരിക്കണം കേട്ടോ, ഇവരുടെ അടുത്തൊക്കെ
ശൈത്യയുടെ ഭാഗം ക്ലിയർ ആക്കണമല്ലോ. അപ്പോൾ ഗസ്സിലും അങ്ങനെ ആ ടീമൊക്കെ നിൽക്കണം. അപ്പോൾ അവരുടെ അടുത്തൊക്കെ പറയാം, ഞാൻ അവിടുത്തെ കുറേ പ്രാവശ്യം പറഞ്ഞു മിണ്ടണം എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്, പക്ഷെ അവൾ കേൾക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്നിട്ട് ഈ ബോയ് ഫ്രണ്ട് എന്നുള്ള പാർട്ടില്ലേ, അതായത് എല്ലാ ആണുങ്ങളും ഗസലിൻ്റെ ബോയ് ഫ്രണ്ടാന്നുള്ള ഭാഗം അങ്ങനെ അവൾ പറഞ്ഞിട്ടില്ല. ആ വീഡിയോയിൽ നമ്മൾ കാണിച്ചാൽ അങ്ങനെ ഒരു വേർഡ് ഇല്ലല്ലോ. അപ്പോൾ ഗസലോൺ ആര് പറഞ്ഞു, നീ വീഡിയോ കണ്ടല്ലേ അതിൻ്റെ അകത്ത് അങ്ങനെ പറയുന്നുണ്ടെന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഒന്നാമത് ഞാൻ ആ സമയത്ത് വേറൊരു മൈൻഡ് സെറ്റിലായിരുന്നു. നീ കണ്ടില്ലേ ഞാനിങ്ങനെ തിരിഞ്ഞ് നോക്കണം, നീ കണ്ടില്ലേ? ഞാൻ അവൾ പറഞ്ഞ ഒന്നും കേട്ടിട്ടില്ല, ഒന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. എവിടെ രണ്ടും കൂടെ നിന്ന് കുറ്റം പറഞ്ഞ ആൾക്കാരാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴേക്കും ആൾ മാറി. ഞാനതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം ഞാൻ വേറെ എന്തോ ഒരു അവസ്ഥയിലായിരുന്നു. പിന്നെ ഇതിന് മുമ്പും അതിന് ശേഷമൊക്കെ ഉള്ള സംസാരം എന്താണെന്ന് അവിടെ കാണിച്ചിട്ടില്ല. അപ്പോൾ അതിലൊന്നും ഒരു അർത്ഥമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിക്കുകയാണ് ശൈത്യ. അത് അന്ന് മുതലുള്ള നമ്മുടെ മറ്റേ ലിപ്സ്റ്റിക്ക് എല്ലാവരും എടുത്ത് ആ കേസ് മുതലേ പുള്ളിക്കാരുടെ ഭാഗം ന്യായീകരിക്കുക കേൾക്കുമ്പോൾ അതിന് എല്ലാവർക്കും അറിയാൻ കള്ളാണെന്ന്. പ്രത്യേകിച്ച് നമുക്കെല്ലാം 2 സീനും കാണുകൊണ്ട് അറിയാമല്ലോ. അപ്പോൾ അത്രയാണ് ഇന്നത്തെ സംഭവങ്ങൾ. പിന്നെ അതിനിട്ട് നാളത്തെ എൻ്റെ പൊന്നെ ഇനി എന്തൊക്കെയാണ് നാളെ വരാൻ പോണെന്ന് യാതൊരു പിടുത്തമില്ല. കിച്ചൺ ടീമിൽ പൊരിഞ്ഞടി. കിച്ചൺ ടീം തമ്മിലല്ല, മറ്റേ രേണ ഫാത്തിമയും അനുവും കൂടെ പൊരിഞ്ഞടി. രേണ എന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അനു പറഞ്ഞ് നീ വെറുതെ ആരുടെയും എന്താണ് വെറുപ്പ് സമ്പാദിക്കല്ലേ മോളെ എന്നൊക്കെ പറയുന്നുണ്ട് അനു. അതിൻ്റെ രേണ ഫാത്തിമ പറഞ്ഞ് ചപ്പാത്തിക്കള്ളി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനു എന്നിട്ട് അനുവിൻ്റെ അടുത്ത് നിങ്ങൾ ട്രിഗർ ആവണം എന്തിനാന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അനു എണീറ്റ് പോടി അവിടെ നിന്ന് എണീറ്റ് പോടി എന്നൊക്കെ പറയുന്നുണ്ട്. നീ അടി ചപ്പാത്തിക്കള്ളി എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അനുവിടെ ആസ് യൂഷ്വൽ കരച്ചിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബിഗ് ബോസ് പറയുന്നത് നമുക്ക് ഹീറോയിൻ എന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് പൊളിച്ചെടുക്കണ്ടേ, എല്ലാവരും നമുക്ക് തീരുമാനമാക്കണ്ടേ, അപ്പോൾ നമുക്ക് നോമിനേഷനിൽ കിടക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ എല്ലാ ആൾക്കാരും കൂടെ നോമിനേഷൻ നടത്തുന്നു. അതൊക്കെയാണ് നാളെ ട്രailer-ആയിട്ട് കാണിച്ചേക്കുന്നത്. നാളെ വരാൻ പോണതിൻ്റെ പ്രിവ്യൂ കാണിച്ചേക്കുന്നത്. അപ്പോൾ നാളെ എന്തൊക്കെയായിരിക്കും സംഭവ വികാസം. കാരണം ഇപ്പോൾ ഒരു എപ്പിസോഡ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ലാലേട്ടൻ കുറേ ഉപദേശങ്ങളൊക്കെ ഓരോരുത്തർക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആ കളി ശരിയല്ല, ഈ കളി ശരിയല്ല, മാറ്റണം, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ ഉപദേശങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ആരൊക്കെ പ്രാക്ടിക്കലാക്കും, ആർക്കൊക്കെ കത്തിയിട്ടുണ്ട്, ആരൊക്കെ അത് വെറും അവഗണിച്ച് കളഞ്ഞിട്ടുണ്ടെന്നൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം കേട്ടോ. അപ്പം നാളെയാണ് ഡേ 15. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നാളെ, അതായത് ഡേ 50-ലെ വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.